വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് പാരാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പൂച്ചക്കുഞ്ഞിക്കൊരു പന്ത് കളിക്കാനൊരാഗ്രഹം. അങ്ങനെ അവളും ഞാനും പന്ത് കളിച്ചു. രണ്ടുപേരും നല്ല രസമുണ്ടായിരുന്നു. അവൾ പന്ത് കിട്ടിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ തുടങ്ങി. കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പൂച്ചക്കുഞ്ഞുങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കളിച്ചതിന് ശേഷം ഞാൻ അടിച്ച് വാരി തുടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്നെ അവൾ വിടുന്നേ ഇല്ല. പിന്നെ വീണ്ടും പൂച്ചക്കുഞ്ഞ് എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. രണ്ടുപേരും കുറച്ച് സമയം കളിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം, കാണുമ്പോൾ ഒരു കൗതുകമല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ബോളിനെ പിന്തുടർന്ന് നല്ല രസമായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു പ്രാക്ടീസ് ചെയ്ത് കൊടുത്ത ആ രീതിയിൽ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമായിട്ടാണ് അവൾ ഈ പന്ത് കളി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ഒരു രസമായതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് വീഡിയോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് റെസിപ്പികളുടെ ഫോട്ടോസാണ് ഞാൻ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ അവൾ പന്ത് കളിയൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനൊക്കെ. അപ്പോൾ ഞാനും കൂടി ഒന്നിച്ച് കളിച്ചതിന് ശേഷം ഇപ്പോൾ എപ്പോഴും ഇവൾ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ചോറും കറി അങ്ങനത്തെ നല്ല വേണ്ടത്, നല്ല നല്ല മീനും പിന്നെ ചിക്കൻ്റെ ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ ഇല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര കരച്ചിലായിരിക്കും. നമ്മുടെ വീട്ടിൽ അതെല്ലാം ഇല്ലെങ്കിൽ അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ചോറ് കൊടുത്താലൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് കാണാൻ നല്ല രസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ശരിക്കും പുല്ലുനട്ട് പിടിപ്പിച്ച രീതിയിലുള്ള നല്ലൊരു രസമായിട്ടുള്ളൊരു കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. എന്ത് ഭംഗി കാണാൻ, നല്ല നമ്മൾ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച ലുക്കിലാണ് ഉള്ളത്. ശരിക്കും ഈ മഴ ടൈം ആയതുകൊണ്ട് തന്നെ ഇത് തന്നെ വളർന്നിട്ടുള്ള പുല്ലുകളാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു ഈ ലുക്കൊക്കെ കാണാൻ. അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ കുറച്ചധികം ഉണ്ണിയപ്പം ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ മൗലൂദൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. പുസ്തകങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 150 ഉണ്ണിയപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഉണ്ണിയപ്പം. പിന്നെ ഞാൻ ഒരു ദിവസം ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ അവൽ വിളയിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി വജയാണ്. നല്ല രസമുണ്ടായിരുന്നു അതും കഴിക്കാൻ. പിന്നെ നമ്മൾ മുട്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു ദിവസത്തെ വീഡിയോ ആണ്. അതും കൂടി ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുട്ടൻ്റെ നല്ലപോലെ മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ കാമ്പൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം ഈ കാമ്പ് അതിലിട്ടിട്ട് പിന്നെ കറിവേപ്പിലയും മല്ലിയിലെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിൽ ഫില്ല് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുഴുങ്ങി വെച്ച മുട്ട രണ്ടായി കീറി വെച്ചിട്ടുള്ള അതിലോട്ട് നമ്മൾ ഈ ഫില്ല് റെഡിയാക്കി എടുക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണീൻ്റെ കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ എൻ്റെ ഒന്നിച്ച് പഠിച്ചിട്ടുള്ള ഒരു ആലപ്പുഴയിൽ നിന്ന് വന്ന അവളാണ്. അവൾക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അവൾ അങ്ങനെ അത്ര ദൂരത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവൾ അമ്മയുടെ വീട്ടിൽ പോയിട്ട്